മമ്മൂട്ടി ഒരു അപൂർവ മനുഷ്യൻ. ഹിന്ദിക്കാരനല്ല ഞാൻ, തനി മലയാളി. അങ്കിത് മാധവിന്റെ അഭിമുഖം. റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിച്ചവരെല്ലാം ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. അക്കൂട്ടത്തിൽ ഒരു യോഗേഷ് എന്ന കഥാപാത്രമായി എത്തിയ ഉത്തരേന്ത്യൻ താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടിരുന്നു. ASI ജോർജിനും സംഘത്തിനും ഉത്തരേന്ത്യയിലുടനീളം സഹായിയായ യോഗേഷ് എന്ന UP പോലീസ് ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ മലപ്പുറം സ്വദേശിയായ അങ്കിത് മാധവ് എന്ന ഒന്നാം തരം മലയാളിയാണ്. R മാധവൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച റോക്കറ്ററിയിലെ ISR ഉദ്യോഗസ്ഥൻ, ഓച്ചർ എന്ന സൂപ്പർ ഹിറ്റ് വെബ് സീരീസിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ നീളുന്നു അങ്കിത്തിന്റെ സിനിമാ വിശേഷം. ചെറുപ്പം മുതൽ അഭിനയം നെഞ്ചിലേറ്റിയ ചെറുപ്പക്കാരൻ. മുംബൈയിലെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയിലിരിക്കുമ്പോഴും അഭിനയത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു ലക്ഷ്യം. കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂട്ടിയോടൊപ്പം ഒരു കഥാപാത്രമായെത്തിയ അങ്കിത് കഥാപാത്രത്തിലേക്കുള്ള മമ്മൂട്ടിയുടെ വേഷപ്പകർച്ച കണ്ട് അതിശയിച്ചുപോയി. തന്റെ സിനിമാ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മനോരമ ഓൺലൈനോട് സംസാരിക്കുകയാണ് അങ്കിത് മാധവ്. കണ്ണൂർ സ്ക്വാഡിലെ യോഗേഷ് ഉത്തരേന്ത്യൻ നടനല്ല. കണ്ണൂർ സ്ക്വാഡിൽ യോഗേഷ് എന്ന കഥാപാത്രമായാണ് ചെയ്തത്. ഞാൻ മുംബൈയിലായിരുന്നു. ബോളിവുഡ് പ്രോജക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. 100ഓളം നാഷണൽ ബ്രാൻഡുകൾക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വളരെയധികം ഫേമസ് ആയ സംവിധായകരോടൊപ്പമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ പരസ്യ ചിത്രങ്ങൾ കണ്ടിട്ട് R മാധവൻ സാർ എന്നെ റോക്കറ്ററിയിൽ ഒരു കഥാപാത്രമാകാൻ വിളിച്ചു. റോക്കറ്ററിക്ക് വേണ്ടി 3 ഭാഷയിലായിരുന്നു ചിത്രീകരണം. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളിൽ ഒരേ സമയം അഭിനയിച്ചു. ആദ്യം ഹിന്ദി, പിന്നെ തമിഴ്, അതിനുശേഷം ഇംഗ്ലീഷ്. അങ്ങനെയായിരുന്നു ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഒരു സീൻ അഭിനയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങൾക്ക് ഈ 3 ഭാഷയും നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഈ 3 ഭാഷയിലും സിനിമ എടുക്കുകയും ബാക്കി ഇന്ത്യൻ ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഓസ്കറിനും കാൻ ഫെസ്റ്റിവലിനുമൊക്കെ അയക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷിൽ എടുത്തത്. റോക്കറ്ററിക്ക് ശേഷം ദുൽഖർ സൽമാന്റെ കൂടെ സോളോയിൽ അഭിനയിച്ചു. ബോംബെ ആസ്ഥാനമായി വരുന്ന പ്രോജക്റ്റുകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ വർക്കുകളൊക്കെ കണ്ണൂർ സ്ക്വാഡിന്റെ സംവിധായകനായ റോബി വർഗീസിന് അറിയാം. അങ്ങനെയാണ് റോബി എന്നെ കണ്ണൂർ സ്ക്വാഡിലേക്ക് ഓഡിഷൻ ചെയ്തത്. എനിക്ക് ഹിന്ദി നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മലയാളവും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരുന്നു. അതുകൊണ്ടാണ് ആ കഥാപാത്രത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്തത്. കണ്ണൂർ സ്ക്വാഡിലെ ഹിന്ദി പറയുന്ന മറ്റ് കഥാപാത്രങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഹിന്ദിക്കാരായിരുന്നു. എനിക്കൊരു ന്യൂട്രൽ ഫേസ് ആണെന്ന് എല്ലാവർക്കും പറയുന്നുണ്ട്. ഒന്ന് മാറ്റിപ്പിടിച്ചാൽ മലയാളമാകാം, ഹിന്ദി, തമിഴ് എല്ലാം ആകാം. എല്ലാ ഭാഷയിലെയും ഛായ എനിക്ക് തോന്നാറുണ്ട് എന്നാണ് എല്ലാവരും പറയാറ്. അങ്ങനെയാണ് കണ്ണൂർ സ്ക്വാഡിലേക്ക് വരുന്നത്. കണ്ണൂർ സ്ക്വാഡ് ഇത്രയും ഹിറ്റ് ആകുമെന്നോ എൻ്റെ കഥാപാത്രത്തെ പറ്റി ചർച്ചകൾ വരുമെന്നോ ഒന്നും ഞാൻ കരുതിയില്ല. പക്ഷേ സിനിമ ഭയങ്കര ഹിറ്റാവുകയും നമ്മുടെ എല്ലാവരുടെയും കഥാപാത്രങ്ങളെ പറ്റി എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അത് വലിയ സന്തോഷം തന്ന കാര്യമാണ്. ആദ്യത്തെ ദിവസം സിനിമ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സിനിമ ഹിറ്റാകുമെന്ന്. പിന്നീട് ഞാനും കുടുംബത്തോടൊപ്പം പോയി അവരെ എല്ലാവരെയും കാണിച്ചു. അവർക്കെല്ലാം വളരെയധികം ഇഷ്ടമായി. ഇപ്പോൾ പോച്ചറിന്റെ കഥാപാത്രത്തെ പറ്റിയും നല്ല അഭിപ്രായം വരുന്നുണ്ട്. അഭിനയത്തോടുള്ള അപാരമായ അഭിനിവേശമുള്ള മമ്മൂട്ടി. മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്ത അനുഭവം വളരെ മനോഹരമായിരുന്നു. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പാഷൻ വളരെ വലുതാണ്. ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടും ഇപ്പോഴും സിനിമ എന്ന കലയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സിനിമയോടുള്ള അടക്കാനാവാത്ത അടുപ്പമാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞിട്ട് ബ്രഹ്മയുഗം, അതിനുശേഷം ഇനി ടർബോ ഇറങ്ങാൻ പോകുന്നു. അതാണെങ്കിൽ മുഴുവൻ ഫൈറ്റുള്ള പടമാണ്. ഭയങ്കര വ്യത്യസ്തമായ സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിനിടയിൽ കാതൽ, നൻപകൽ നേരത്ത് മയക്കം ഒക്കെ ഇറങ്ങി. ഏത് സൂപ്പർ സ്റ്റാർ ആണ് ഒരു ഗേ കഥാപാത്രം ചെയ്യാൻ തയ്യാറാവുക? അതിനുള്ള ചങ്കൂറ്റം ആർക്കാണ് ഉണ്ടാകുന്നത്? അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യണം. ഇങ്ങനെ ചില ലെജൻസ് അവരുടെ ജീവിതത്തിലെടുക്കുന്ന തീരുമാനമാണ് സമൂഹത്തിൽ വരെ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ലെജൻസ് എന്ന് പറയുന്നത്. കാതൽ കണ്ട് എത്ര പേരുടെ മനസ്സ് മാറിയിട്ടുണ്ടാകും.
ഗേ ആയിട്ടുള്ള ആളുകളും മനുഷ്യരാണ്. പ്രണയമാണ് സത്യം. ആണ് പെണ്ണിനോടായാലും പെണ്ണ് ആണിനോടായാലും അത് ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പഴയ കഥകളൊക്കെ പറയും. പണ്ട് ചാൻസ് ചോദിച്ച് നടന്നതും അന്നത്തെ സൂപ്പർ സ്റ്റാറുകളെ കാണാൻ ലൊക്കേഷനിൽ പോയി കാത്തിരുന്നതും ഒക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് പറയുന്നത്. വളരെ പ്രാക്ടിക്കലായ മനുഷ്യനാണ് അദ്ദേഹം. ഉള്ളതുപോലെ ആരുടെ മുഖത്ത് നോക്കിയും പറയും. ഷോട്ടിന്റെ സമയത്തൊക്കെ അദ്ദേഹം കഥാപാത്രമായി മാറുന്നതും ഡയലോഗ് ഡെലിവറിയും അദ്ദേഹം കയ്യിൽ നിന്നിടുന്ന ഇംപ്രവൈസേഷനും ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കും. ആ സീനിന്റെ ഭംഗി തന്നെ അദ്ദേഹം ചെയ്യുമ്പോൾ കൂടും. ഈ ഡയലോഗ് എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുക എന്നിങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് ആസ്വദിച്ചിരിക്കും. അദ്ദേഹം അഭിനയിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും അപ്ഡേറ്റഡ് ആണ് അദ്ദേഹം. പുതിയ ടെക്നോളജികൾ, രാഷ്ട്രീയം, മതം, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കും. ഇന്ത്യയിൽ ഒരു പുതിയ ക്യാമറയോ മൊബൈലോ ഒക്കെ വരുമ്പോൾ അത് ഉടനെ അദ്ദേഹത്തിന്റെ കയ്യിലെത്തും. ഷൂട്ടിംഗ് വയനാട്ടിൽ കാട്ടിലൊക്കെയായിരുന്നു. അവിടെ കാണുന്ന വളരെ റയറായ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ അദ്ദേഹം ഫോട്ടോ എടുക്കുമായിരുന്നു. വലിയ ലെൻസാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത്. കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. രാവിലെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം പല സ്ഥലത്തു നിന്നും ആളുകൾ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാവും. അവരെയെല്ലാം കാണും, സംസാരിക്കും, എല്ലാം ചെയ്യും. ആ സെറ്റിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, അതെല്ലാം കറക്റ്റായി നിരീക്ഷിക്കും. ഒരു അപൂർവ മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഞാനും ഒരു മലയാളി. ഞാൻ ജനിച്ചത് മലപ്പുറം തിരൂരാണ്. അച്ഛനും അമ്മയ്ക്കും തിരുവനന്തപുരത്തായിരുന്നു ജോലി. അത് കാരണം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. അവിടെയാണ് പഠിച്ചത്. +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി കിട്ടി മുംബൈയിലേക്ക് പോവുകയായിരുന്നു. അഭിനയം എന്ന ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് എല്ലാ ഓഡിഷനും പോയി പങ്കെടുക്കും. അങ്ങനെയാണ് പരസ്യചിത്രങ്ങളിലും സിനിമയിലുമൊക്കെ കയറിയത്. ചെറുപ്പം മുതലേ തന്നെ എനിക്ക് അഭിനയത്തോടുള്ള വലിയ താല്പര്യമാണ്. സ്കൂളിലും കോളേജിലുമൊക്കെ എപ്പോഴും ഞാൻ സ്റ്റേജിൽ തന്നെ ആയിരിക്കും. എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. ഒരു സഭാകമ്പവും ഇല്ലായിരുന്നു. പണ്ട് മെട്രോ മനോരമ മിസ്റ്റർ ഹാൻഡ്സം എന്ന പരിപാടി നടത്തിയിരുന്നു. അതിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ തിരഞ്ഞെടുത്തു. 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഒരു ദിവസത്തെ അഭിനയ ക്യാമ്പ് തന്നിരുന്നു. അതിനുശേഷം അതിന്റെ പിന്നാലെ നടത്തി. ജഡ്ജസ് ആയിട്ട് വന്നത് TK രാജീവ് കുമാർ സാറാണ്, രാജ്സേനൻ സാർ, ഷാജി കൈലാസ് സാർ, മണിയൻപിള്ള രാജു ചേട്ടൻ എന്നിവരായിരുന്നു. നമ്മുടെ ലുക്ക് മാത്രമല്ല, നമ്മുടെ ഒരു സബ്ജക്റ്റ് വന്നിട്ട് നമുക്ക് അഭിനയിക്കാനുള്ള കഴിവ് കൂടി നോക്കിയിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റ് റണ്ണറപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ രാജീവ് കുമാർ സാറും മണിയൻപിള്ള സാറും എന്നോട് ചോദിച്ചു, തനിക്ക് എന്തുകൊണ്ട് അഭിനയത്തിൽ ട്രൈ ചെയ്തുകൂടാ എന്നാണ്. ഇത്ര വലിയ ആൾക്കാർ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്നിൽ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ. അതോടെ എൻ്റെ മനസ്സിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം ശക്തമാകാൻ തുടങ്ങി. ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ജോലിയും വളരെ അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് മുംബൈയിൽ ജോലി കിട്ടിപ്പോയത്. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് സിനിമയ്ക്കായി ശ്രമിക്കുകയായിരുന്നു. ഞാനിതുവരെ 8 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വാച്ചർ 8ാമത്തെ പടമാണ്. ആദ്യമായി അഭിനയിച്ചത് ഇന്ദ്രജിത്ത് നായകനായി അഭിനയിച്ച ചേകവറായിരുന്നു. അതിൽ ചെറിയൊരു വില്ലൻ കഥാപാത്രം ചെയ്തു. അതിനുശേഷം ഓർഡിനറി എന്ന ചാക്കോച്ചൻ, ബിജു മേനോൻ എന്നിവർ അഭിനയിച്ച സിനിമയിൽ ഒരു കുഞ്ഞു വേഷം ചെയ്തു. പിന്നീട് സോളോ എന്ന സിനിമയിൽ ദുൽഖർ സൽമാനൊപ്പം നല്ലൊരു കഥാപാത്രമാണ് ചെയ്തത്. റോക്കട്രിയിൽ മാധവൻ സാറിന്റെ സഹപ്രവർത്തകനായി ISR ഉദ്യോഗസ്ഥനായാണ് അഭിനയിച്ചത്. ഓരോ സിനിമയിലും എനിക്ക് ഓരോ ലുക്കായതിനാൽ എന്നെ ആൾക്കാർ അധികം തിരിച്ചറിയാറില്ലായിരുന്നു. അതിനുശേഷമാണ് പോസ്റ്ററിൽ അഭിനയിച്ചത്. പോസ്റ്ററിന്റെ ഷൂട്ടർ കഴിഞ്ഞപ്പോഴാണ് കണ്ണൂർ അഭിനയിച്ചത്. പക്ഷെ അവസാനം ഇറങ്ങിയത് പോസ്റ്ററാണ്. ഇപ്പോൾ ഞാനൊരു പ്രശസ്തനായ മലയാള സംവിധായകന്റെ വെബ് സീരീസിൽ അഭിനയിക്കുകയാണ്. അതിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 സിനിമകളുടെ ചർച്ചകൾ നടക്കുകയാണ്. സ്വപ്നം കാണാൻ കഴിയാത്ത പ്രോജക്റ്റാണ് വാച്ചർ. വാച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സീരീസ് മലയാളത്തിൽ ചെയ്യുന്നത്. വാച്ചർ സംവിധാനം ചെയ്ത റിച്ചി മേത്ത എന്ന സംവിധായകനാണ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ക്രീൻ ചെയ്യുന്ന ഡൽഹി ക്രൈം എന്ന സീരീസ് അദ്ദേഹത്തിൻ്റെതാണ്. അണിയറ പ്രവർത്തകരെല്ലാവരും പുറത്തുള്ളവരാണ്. ക്യാമറമാൻ ഡെൻമാർക്കുകാരനാണ്. വാച്ചർ ഹോളിവുഡ് പ്രൊഡക്ഷൻ ആയിരുന്നു. അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ വലിയ ഭാഗ്യമാണ്.
സ്വപ്നം കാണാൻ പറ്റാത്ത ബജറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സിനിമ എടുക്കുമ്പോൾ ഒരു ആംഗിൾ ഷോട്ട് എടുക്കും, പിന്നെ സജഷൻസ് എടുക്കും, അങ്ങനെയാണ്. പക്ഷേ റിച്ചിയുടെ മെത്തഡോളജി എന്തെന്നാൽ നമ്മൾ സീൻ പഠിച്ചുകൊണ്ട് പോയിട്ട് എല്ലാം ഫുൾ സീൻ തുടർച്ചയായി ഷൂട്ട് ചെയ്യുകയാണ്, തുടർച്ചയായി അഭിനയിക്കുകയാണ്. ക്യാമറ അത് ഒപ്പിയെടുത്തുകൊള്ളും. ഇതൊരു ഭയങ്കര അനുഭവമായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു കട്ട് വരുന്നില്ല. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഔട്ട്പുട്ട് തരുന്ന ഫീല് ഭയങ്കര വലുതായിരുന്നു. ഞാൻ നന്നായി ആസ്വദിച്ചാണ് ആ സീരീസ് ചെയ്തത്.